പ്രിയപ്പെട്ടവരെ, കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സോടെ ബിരുദം പാസ്സായിരിക്കുകയാണ് 70-കാരിയായ VT കാർത്യായനി. കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് സ്വദേശിയാണ് VT കാർത്യായനി. 10ാം ക്ലാസ്സിൽ മുടങ്ങിയ വിദ്യാഭ്യാസം റിട്ടയർമെന്റിനു ശേഷമാണ് പുനരാരംഭിച്ചത്. അപ്പോൾ നമുക്ക് കാർത്യായനി അമ്മയുടെ വിശേഷങ്ങൾ കാണാം. SSLC പാസ്സായി. തൊട്ടടുത്ത വർഷം ബീഡി തൊഴിലാളിയായ കൃഷ്ണന്റെ ഭാര്യയായി കുടുംബജീവിതം ആരംഭിച്ചു. ഇതിനിടയിൽ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷും മലയാളവും പരിശീലിച്ചു. 1976 ദിനേശ് ബീഡി തൊഴിലാളി. അടുത്ത വർഷം 21ാം വയസ്സിൽ ടൈപ്പിസ്റ്റായി സ്ഥിര നിയമനം. 2011 സർവീസിൽ നിന്നും വിരമിച്ചു. അടുത്ത വർഷം ഭർത്താവ് മരിച്ചു. പിന്നീട് ഏകാന്തത വേട്ടയാടിയപ്പോൾ ജോലിയും സർവീസ് സംഘടനാ പ്രവർത്തനവുമൊക്കെയായി 34 വർഷം തട്ടിൻപുറത്തു വെച്ച പഠനമോഹം പൊടിതട്ടിയെടുത്തു. പിന്നാലെ തുല്യതാ പദ്ധതി വഴി +2 പ്രവേശനം. അത് ഒന്നാമത് സ്കൂളിൽ പഠിക്കുമ്പം തന്നെ അന്ന് 345 മാർക്കുണ്ട് എനിക്ക്. 360 ഫസ്റ്റ് ക്ലാസ്. പക്ഷെ ആ 345 കിട്ടിയത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസ്റ്റിങ്ഷനേക്കാളും മാർക്കായി. കാരണം നമ്മുടെ ജീവിത സാഹചര്യമെല്ലാം അങ്ങനെയാണല്ലോ. ഒരു ട്യൂഷന് മറ്റൊന്നും പോകാനില്ല വീട്ടിൽ. നമ്മളെ പണ്ടത്തെ കാലം അറിയാലോ. അപ്പോൾ അച്ഛനും അമ്മയും എന്തെങ്കിലും പണിയെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഇല്ല ജീവിതമാണ്. ഞാൻ പറഞ്ഞില്ല 8 മക്കളും വൈദ്യുതെല്ലാം ആകുമ്പോൾ അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിക്കുന്നത്. 64ാം വയസ്സിൽ 83% മാർക്കോടെ വിജയിച്ച കാർത്യായനി തിളക്കമാർന്ന വിജയം രഹസ്യമാക്കി വെച്ചു. 66ാം വയസ്സിൽ കണ്ണൂർ സർവകലാശാലയിൽ ചരിത്ര വിദ്യാർത്ഥിയായി ചേർന്നു. 3ാം വർഷം ഫസ്റ്റ് ക്ലാസ്സോടെ ബിരുദം നേടിയ കാർത്യായനി ഇന്ന് വീട്ടിലും നാട്ടിലും താരമാണ്. ചരിത്രത്തിൽ ചില പേരുകൾ, വർഷങ്ങൾ എന്നിവ പ്രായാധിക്യത്താൽ മറന്നുപോയെങ്കിലും മറ്റുള്ളവയെല്ലാം തലച്ചോറിൽ ഭദ്രം. കുറേ ഇപ്പോൾ നമുക്ക് BCയിൽ നടന്ന് എഡിയിലേക്ക് എത്തുമ്പോൾ അത് അവിടെ നിന്ന് എങ്ങനെ ഓരോ നൂറ്റാണ്ട് അങ്ങനെയുള്ള കൃത്യമായിട്ടെല്ലാം അതെല്ലാം അറിയാം സംഭവങ്ങൾ ഓർമ്മ വരുന്നത്. പക്ഷേ ഒരു രാജാക്കന്മാർ അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു മൈന്യൂട്ട് സ്റ്റേജിലേക്ക് പോകുമ്പോൾ തപ്പിപ്പോകുന്നുണ്ട്. ശരിക്ക് കിട്ടാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ആ കൊല്ലം വിട്ടിട്ട് ബാക്കി സംഭവങ്ങൾ എഴുതും. അങ്ങനെയല്ല. സാഹിത്യ പരിഷത്ത് ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ തുടങ്ങിയ ചുമതലകൾക്കിടയിലും കോളേജ് വിദ്യാർത്ഥിനിയുടെ ചുറുചുറുക്കിന് കുറവുണ്ടായില്ല. സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിൽ അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസറായിരുന്നു കാർത്യായനി. ബിരുദ പഠനത്തിനിടയിൽ ഒട്ടേറെ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു. വെല്ലുവിളികൾ മുൻകൂട്ടി വിലയിരുത്തിയാൽ വഴിത്തിരിവ് എളുപ്പമാകുമെന്ന് തെളിയിക്കുകയാണ് കാർത്യായനി. ന്യൂസ് മലയാളം, കാസർഗോഡ്.